സത്യജിത്രയെക്കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ല. കാരണം അപ്പോഴത്തേക്ക് ഈ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ലിഫ്റ്റ് വന്നു നിൽക്കുന്ന ആ ലാൻഡിങ്ങിൽ തന്നെ ഞാൻ താഴേക്ക് ബോധം കെട്ടു വീണു. ബ്ലസ്സി മലയാള സിനിമയുടെ പെരുമ ലോകമെങ്ങുമുള്ള പ്രേക്ഷകരിൽ എത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സംവിധായകരിൽ ഒരാൾ. ബ്ലസ്സി ഒരു കഥ പറയുകയാണ്. ഒരു അനാഥത്വത്തിൽ ഉണ്ടാകുന്ന ഒരു വെറുപ്പുണ്ടല്ലോ സമൂഹത്തിനോടൊക്കെയുള്ള, ആരുമില്ല എന്നുള്ളൊരു തോന്നൽ ജീവിതത്തിലുണ്ടാകുന്നു. ഉള്ള മോഹം എന്ന് പറഞ്ഞാൽ ഒരുപാട് അകലെയാണ്. സിനിമാ കഥയെ വെല്ലുന്ന സ്വന്തം ജീവിത കഥ. ഒരു മുണ്ട് മടക്കി കുത്താൻ ത്രാണിയില്ലാത്ത അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഇല്ലാത്ത ഒരാൾക്ക് ഒരു ടയറും കത്തിച്ചുകൊണ്ട് പട്ടാപ്പകല് നക്സൽ രാവുണ്ണിയെ മോചിപ്പിക്കണമെന്ന് പറയുന്ന ഒരു ജാഥയുടെ പിന്നിലൂടെ പോകാൻ പറ്റുക എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് പറയാൻ വേണ്ടി ആഗ്രഹിച്ചെന്നുള്ളു. കാഴ്ച, തന്മാത്ര, പളുങ്ക്, ഭ്രമരം തുടങ്ങി പ്രേക്ഷക ലോകം ഇന്ന് ആഘോഷിക്കുന്ന ആടുജീവിതം വരെ കലാമൂല്യമുള്ള ഒരുപിടി ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകൻ. അപ്പം പൂജപ്പുര രാധാകൃഷ്ണൻ ഇത് കേട്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അത് അവിടെ ആൾക്കാരൊക്കെ ചടിച്ചട്ടിയൊക്കെ പിടിച്ചു വെക്കുന്ന കണ്ടിട്ടില്ലേ, അതിനൊക്കെ സഹായിക്കുക. ഈ ചട്ടി പിടിച്ചു വെച്ചുകൊണ്ടാണ് ഞാൻ മലയാള സിനിമയിലേക്ക് ആദ്യമായി സംവിധാന സഹായിയായിട്ട് വരുന്നതെന്ന് പറയുന്നതിൻ്റെ അത് വലിയ അഭിമാനമാണ്. അദ്ദേഹം പിന്നിട്ട വഴികൾ ഈ കഥയിലുണ്ട്. ഈ വെജിറ്റേറിയൻ ഊണ് രാവിലത്തെ ഉച്ചക്കത്തെയും കൂടെ ചേർന്ന് കഴിക്കും. ഈ കഴിക്കുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ പൈസ മാറ്റി വെച്ചാലേ എനിക്ക് സിനിമ കാണാൻ പറ്റത്തുള്ളൂ. പത്മരാജൻ, ഭരതൻ തുടങ്ങി പ്രതിഭാധനരായ കലാകാരന്മാർക്കൊപ്പമുള്ള സഹവാസം. ഞാൻ ബസ് സ്റ്റാൻഡിൽ ഒരു തൂണിൽ ചാരി കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് നിൽക്കുന്ന പത്മരാജൻ സാറിനെ ആദ്യമായിട്ട് കാണുന്നത്. ഒട്ടും മര്യാദയില്ലാതാണ് ഞങ്ങൾ സാറിനോട് സംസാരിക്കുന്നത്. ഞങ്ങളെന്നല്ല, ഞാൻ, മമ്മൂട്ടി, മോഹൻലാൽ, അനുപം ഖേർ എന്നിങ്ങനെ അനേകം അഭിനേതാക്കൾ. മമ്മൂക്ക ഭയങ്കര, വേറെ ആരുമില്ല ഇവിടുന്ന് ഇതൊന്ന് അടിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയും ദേഷ്യപ്പെടുകയും ചെയ്തു. അപ്പോഴത്തേക്ക് എൻ്റെ പണി തെറിച്ചതുപോലെയായി. വിസ്മയിപ്പിക്കുന്ന അനുഭവങ്ങൾ. ഈ പത്മനാഭൻ സാറിൻ്റെ ഈ സെറ്റ് നിൽക്കുമ്പോൾ സെറ്റിന് ഭയങ്കര ഒരു കാൽപ്പനികതയാണ് ഉണ്ടാകുന്നത്. കാരണം ഈ കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയ ആഴമുണ്ട്. മറക്കാനാവാത്ത സംഭവങ്ങൾ. എൻ്റേതെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഒരുപാട് ഒരു ഫിലിം മേക്കറായി കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാൾ പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് മടിയിൽ കിടത്തി സാറ്. ബ്ലസ്സിയുടെ ജീവിതം അദ്ദേഹം തന്നെ പറയുന്നു. തിരുവല്ല മർത്തോമ കോളേജിലാണ് ഞാൻ 5 വർഷം വിദ്യാഭ്യാസം ചെയ്തത്. പ്രീ ഡിഗ്രി ആ സമയത്ത് സ്കൂളിൽ നിന്ന് പ്രീ ഡിഗ്രി കോളേജിലേക്ക് എത്തുമ്പം ഭയങ്കര പകപ്പോടുകൂടിയാണ് നമ്മൾ കോളേജിനെയും അതിൻ്റെ അന്തരീക്ഷത്തിനെയും ഒക്കെ കണ്ടിരുന്നതെന്നുള്ളതുകൊണ്ട് തന്നെ വലിയ കലാപ്രവർത്തനങ്ങളിലേക്കൊന്നും മുതിരാൻ പറ്റിയിരുന്നില്ല. കാരണം സ്കൂളിലൊക്കെ ഞാൻ നാടകമൊക്കെ കളിച്ചിരുന്നെങ്കിൽ പോലും. പക്ഷേ കോളേജിലേക്ക് എത്തിയപ്പോൾ കോളേജിലെ നാടകങ്ങൾ അവതരിപ്പിക്കുന്നു, കോളേജിലെ ഒരു ബെസ്റ്റ് ആക്ടർ ആകുന്നു. എനിക്ക് തോന്നുന്നു ജി ശങ്കരപ്പിള്ള സാറിൻ്റെ അമാലന്മാർ എന്ന് പറഞ്ഞ നാടകം അവതരിപ്പിച്ച് ആണ് ഞാൻ കോളേജിൽ ഒരു ബെസ്റ്റ് ആക്ടറായിരുന്നു. ഫസ്റ്റ് ഇയർ പഠിക്കുമ്പം തന്നെ എൻ്റെ അടുത്ത വർഷം ബെസ്റ്റ് കൊമേഡിയനായിട്ട് കിട്ടുന്നു. പി ബാലചന്ദ്രൻ്റെ മകുടി എന്ന നാടകം അവതരിച്ച് അങ്ങനെ ഇൻ്റർ കോളേജറ്റ് കോമ്പറ്റീഷനൊക്കെ. അപ്പം അങ്ങനെ സിനിമയിലേക്കുള്ള ദൂരം ഇങ്ങനെ അടുക്കുന്നതായിട്ട് തോന്നുന്നത് ഈ നാടകത്തിലൊക്കെ നമുക്ക് മറ്റു പലതരത്തിലുള്ള അപ്രിസിയേഷൻസ് കിട്ടുമ്പോൾ അപ്പോഴും നമ്മുടെ മനസ്സിൽ സിനിമയാണ്. പ്രത്യേകിച്ച് മർത്തോമ കോളേജിനെ സംബന്ധിച്ചിടത്തോളം മർത്തോമ കോളേജിലെ ശ്രീ ജോൺ എബ്രഹാം മർത്തോമ കോളേജിൽ പഠിച്ചതാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ളൊരു കാര്യം. പിന്നീട് ഞാൻ കോളേജിൽ ചെല്ലുന്നതിന് മുമ്പാണ് കവിയൂർ ശിവപ്രസാദ് മർത്തോമ കോളേജിൽ നിന്ന് പഠിച്ച് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. ഇവർ രണ്ടുപേരും പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ആൾക്കാരാണ്. പിന്നെ എൻ്റെ നാട്ടുകാരനായിട്ടുള്ള ഏറ്റവും ലോകപ്രശസ്തനായ ശ്രീ KG ജോർജ്. അപ്പോൾ എനിക്കൊന്ന് KG ജോർജ് സാറ് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നു എന്ന് കേട്ടപ്പോൾ തൊട്ടാണ്, അതായത് വളരെ ചെറിയൊരു പ്രായം തൊട്ട് തന്നെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു സിനിമ പഠിക്കാനായിട്ടുള്ള ഏറ്റവും ഉന്നതമായൊരു സ്ഥാപനമായിട്ട് എൻ്റെ മനസ്സിലറിയാതെ കയറി തുടങ്ങിയിരുന്നത്. അപ്പം ഡിഗ്രിക്ക് ഞാൻ സുവോളജിയാണ് പഠിച്ചിരുന്നത്.
സുവോളജി എന്തുകൊണ്ട് പഠിച്ചൊരു സാധാരണ മെഡിസിനോ മറ്റോ അല്ലെങ്കിൽ അതുപോലുള്ള രീതിയിലേക്ക് പോകാനാണ് എല്ലാവരും പഠിക്കുന്നതെങ്കിൽ ഞാൻ സുവോളജി പഠിച്ചത് അത്യാവശ്യം പടങ്ങളൊക്കെ റെക്കോർഡിൽ വരയ്ക്കാൻ കഴിഞ്ഞാൽ അതിന് കുറേ മാർക്ക് കിട്ടും. അപ്പോൾ അത്യാവശ്യം കുറച്ച് വരയ്ക്കുന്നൊക്കെ ഉള്ളതുകൊണ്ടും അങ്ങനെ കുറച്ച് മാർക്ക് വാങ്ങിച്ച് ഡിഗ്രി പാസ്സാകാൻ പറ്റും എന്നുള്ളൊരു ഇതെന്ന് വെച്ചാൽ അന്ന് മനസ്സിന് മുഴുവൻ സിനിമയാണ്, അതിനുവേണ്ടി നാടകങ്ങളാണ് നമ്മൾ അതിലേക്ക് എത്താനുള്ള ഒരു ആദ്യത്തെ പടിയായിട്ട് ഉപയോഗിച്ചിരുന്നത്. പക്ഷേങ്കിൽ ഒരു സെക്കൻഡ് ഇയർ തൊട്ട് ഞാൻ സിനിമയോടുള്ള മോഹം കൊണ്ട് തന്നെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ടെസ്റ്റുകൾ എഴുതുന്നു. 2 വർഷം ടെസ്റ്റ് എഴുതി. പക്ഷേ 2 വർഷം ഞാൻ പാസ്സായില്ല എന്നാണ് എനിക്ക് തിരിച്ച് മറുപടിയൊന്നും ഇല്ല എന്നപ്പോൾ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് ഞാൻ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ സമയത്ത് രജനീകാന്ത് അവിടുന്ന് പാസ് ഔട്ടായിരിക്കുന്നു, ശ്രീനിവാസൻ പാസ് ഔട്ടായിരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു അറിവൊന്നും എനിക്കുണ്ടായിട്ടല്ല ഞാൻ ചെയ്തത്. പക്ഷേ ആ സമയത്ത് ഞാൻ സിനിമറ്റോഗ്രാഫിക്കായിരുന്നു ഞാൻ അപ്ലൈ ചെയ്തെന്നാണ് എൻ്റെ ഒരു എനിക്ക് അതിശയമായിട്ട് തോന്നിയത്. കാരണം അന്ന് എൻ്റെ മനസ്സിൽ ടെക്നിക്കലി പഠിക്കുക സിനിമയെ എന്നുള്ളതാണ്. ബാക്കിയൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഡയറക്ഷനാണ് മോഹമെങ്കിൽ പോലും സിനിമാറ്റോഗ്രാഫിക്കാണ് ഞാൻ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലും അപ്ലൈ ചെയ്തിരുന്നത്. അപ്പം അങ്ങനെ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ എൻ്റെ കയ്യിലാകെയുള്ള കുറച്ച് ബെസ്റ്റ് ആക്ടറിൻ്റെയും ബെസ്റ്റ് കോമേഡിയൻ്റെയും ഒക്കെ കുറച്ച് സർട്ടിഫിക്കറ്റുകൾ മാത്രമാണുള്ളത്. അപ്പം എങ്ങനെയാണ് അവിടെ ചെന്ന് എത്തപ്പെടുക, ആര് മുഖേന നമുക്ക് അദ്ദേഹത്തിലെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്താം എന്നുള്ളതിൻ്റെ ഒരു ആലോചനയായിരുന്നു. അപ്പം 2 പേരെയാണ് ഞാൻ മനസ്സിൽ കണ്ടത്. ഒന്ന് അശോക് നഗറിലാണ് KG ജോർജ് സാറ് താമസിക്കുന്നത്. സാറിനെ പോയത് കാണാം. അപ്പോൾ എൻ്റെ ഒരു അധ്യാപകൻ, എൻ്റെ സുഹൃത്തു കൂടിയാണ് സി ബാബു എന്ന് പറയുന്ന എൻ്റെ ഗുരുതുല്യന അധ്യാപകൻ്റെ സുഹൃത്തു കൂടെ ആയതുകൊണ്ട് അദ്ദേഹത്തിനോടൊരു കത്ത് വാങ്ങിച്ചു മദ്രാസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്. ഇപ്പോഴും ഞാൻ ആ വരികൾ ഓർക്കുന്നുണ്ട്. എൻ്റെ സുഹൃത്തിൻ്റെ മകനാണ്, സിനിമയോടുള്ള അവൻ്റെ തൃഷ്ണയോടുള്ള ബഹുമാനം കൊണ്ടാണ് ഞാൻ ഈ കത്തെഴുതുന്നതെന്ന്. എനിക്കത് ഭയങ്കര വലിയൊരു അവാർഡ് പോലായിരുന്നു. കാരണം എൻ്റെ സാറ് എന്നെ ഇത്രയധികം സ്നേഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്നെ ബഹുമാനിച്ചുകൊണ്ട് ഒരു കത്തെഴുതുക എന്ന് പറയുന്നത് എനിക്ക് ആ സമയത്ത് വലിയൊരു ഇൻസ്പയർ ചെയ്തിട്ടുള്ള, ഞാൻ ശരിയാണ് അല്ലെങ്കിൽ എനിക്കിങ്ങനെ തന്നെയാണ് പോകേണ്ടതെന്നൊക്കെ തോന്നാനായിട്ടുള്ളൊരു വലിയ ഊർജ്ജം തന്നായിരുന്നു ആ കത്ത്. 2ാമത്തെ ആളെന്ന് പറഞ്ഞാൽ വിൻസെൻ്റ് മാഷാണ്. കാരണം വിൻസെൻ്റ് മാഷ് അവിടെ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ പഠിപ്പിക്കുകയും അവിടുത്തെ ഡീനൊക്കെ ആയിട്ടൊക്കെ ഇരുന്നിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടുകാരായ ശ്രീ മണി മല്യത്ത്, രാജ്യമല്യത്തൊക്കെ രാഗം മൂവീസിൻ്റെ ബാനറിലാണ് ഈ ശ്രീകൃഷ്ണ പരന്തെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. ആ സിനിമയുടെ കഥ ആ സമയത്ത് പീരിയോഡിക്കൽസിലൊക്കെ ഒരു ആഴ്ചപ്പതിപ്പുകളിലൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്നതാണ്. ഒരുപാട് ആൾക്കാർ, വായനക്കാർ നിറഞ്ഞിരുന്ന ആ കാലത്തെ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള വളരെ കളർഫുള്ളായിട്ട് എക്സ്പെൻസീവായിട്ട് ചെയ്തൊരു സിനിമ കൂടിയായിരുന്നു. അപ്പം ഇവർ മുഖേന എൻ്റെ അയൽക്കാരെന്ന് പറഞ്ഞാൽ എനിക്ക് അവരെ പരിചയമില്ല, എൻ്റെ അച്ഛൻ്റെ അനുജൻ മുഖേന ഞാൻ അവരുമായിട്ട് ബന്ധപ്പെടുകയും വിൻസെൻ്റ് മാഷിനോട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തിരുവല്ലയിൽ നിന്ന് വണ്ടി കയറുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ജോർജ് സാറിൻ്റെ അശോക് നഗറിലുള്ള വീട്ടിലാണ് ഞാൻ ആദ്യം പോകുന്നത്. അപ്പം പിന്നീട് ഞാൻ പല പ്രാവശ്യം അതിനുവേണ്ടി പോയിട്ടുണ്ട്. അപ്പം ജോർജ് സാറിന് ഈ ലെറ്റർ കൊണ്ട് കൊടുത്തു. അപ്പം ഈ മദ്രാസ് മെയിൽ ചെന്ന് ഇറങ്ങുന്നത് വെളുപ്പിനെ ആ കാലത്ത് ചെന്നൈ ചെന്നിറങ്ങുക. അപ്പം ഒന്നുകിൽ ട്രെയിനിൽ വെച്ച് നമ്മൾ പ്രാഥമിക കാര്യങ്ങൾ സാധിക്കണം. ഇവിടെ ചെന്ന് ആദ്യത്തെ പോക്കായതുകൊണ്ട് അതിനുള്ള വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷേ വെളുപ്പാൻ കാലത്ത് ഞാൻ ചെന്ന് ഉണർത്തുന്നത് തന്നെ ഒരു 6 മണി 7 മണിക്കുള്ളിൽ ചെന്ന് ഉണർത്തുന്ന ജോർജ് സാറിനെ. അദ്ദേഹം എഴുന്നേറ്റ് എനിക്കിതെല്ലാം എക്സൈറ്റ്മെൻറ്റാണ്. ഈ സിഗരറ്റ് അദ്ദേഹം ചുക്കയൊക്കെ വെച്ചിട്ട് സിഗരറ്റ് ഉണ്ടാക്കി കത്തിച്ച് ആണ് വലിക്കുന്നത്. അപ്പം അതൊക്കെ ഞാൻ അങ്ങനത്തെ ഒരു പ്രോസസ്സൊക്കെ ആദ്യമായിട്ട് കാണുവാണ്. അപ്പോൾ അദ്ദേഹം ഈ കത്തുമൊക്കെ കൊടുത്തിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇവിടെ വലിയ പരിചയമൊന്നുമില്ല, പൂനെയിലാണെങ്കിൽ എനിക്ക് ആൾക്കാരെയൊക്കെ പരിചയമുണ്ട്, അതുകൊണ്ട് വേറെ ആരെങ്കിലും ഒന്ന് സമീപിച്ച് നോക്കൂ എന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടുമായിരുന്നു. പിന്നീടാണ് ഞാൻ സുജാത ഡബ്ബിംഗ് തിയേറ്ററിൽ അന്വേഷിച്ച് ചെന്ന് അവിടെ ശ്രീകൃഷ്ണ പരുന്തിൻ്റെ ഡബ്ബിങ് നടക്കുകയാണ്.
അപ്പം ഡബ്ബിങ് നടക്കുക എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഞാനൊരു ഡബ്ബിങ് സ്റ്റുഡിയോയിൽ എത്തുന്നത്. ഒരു ചെറിയ മുറിക്കുള്ളിൽ ഈ വലിയ സ്ക്രീനിൽ ഇങ്ങനെ സിനിമ പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് കണ്ട ഫ്രെയിം ഒരു തുളസിത്തറയിലേക്ക് ശ്രീ ജഗന്നാഥവർമ്മ സാറ് വരുന്നതും അവിടെ പുള്ളിയുടെ മുന്നിൽ കൂടെ ഒരു ശ്രീകൃഷ്ണ പരുന്ത് ചിറകടിച്ച് പോകുന്നതുമൊക്കെ ആയിട്ടുള്ളൊരു ഫ്രെയിമാണ്. അപ്പം അതിൻ്റെ അനുസരിച്ച് അദ്ദേഹം ശബ്ദം നൽകുന്നു എന്നൊക്കെ പറയുന്നത് എനിക്ക് അത്തരം ഡീറ്റെയിലിംഗ് എനിക്ക് ഒരു സിനിമയിൽ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് അന്ന് ആദ്യമായിട്ടാണ് ഞാൻ അറിയുന്നത്. അപ്പം കുറച്ച് ആൾക്കാർ അവിടെ കിടന്നുകൊണ്ട് സിനിമ കാണുന്നുണ്ട്. അപ്പം ഇവിടെ ഒരു ചെറിയൊരു അനക്കം പോലും ഈ പിടിച്ചെടുക്കുന്ന തരത്തിലുള്ള മൈക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിനുള്ളിൽ ശ്വാസം പിടിച്ച് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഒരു ബുദ്ധിമുട്ടായിട്ടാണ് അന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഒരു 9-9:30 ആയപ്പോഴത്തേക്ക് സ്റ്റുഡിയോയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അപ്പോൾ അവിടെ ഈ കൺസോളിൽ വിൻസൻ മാഷ് ഇരുന്ന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. വിൻസൻ മാഷിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം മലയാള സിനിമയിലെ വലിയൊരു ലെജൻഡ് എന്നുള്ള രീതിയിൽ നമ്മൾ അദ്ദേഹം ക്യാമറാമാൻ എന്നുള്ള രീതിയിലും ഡയറക്ടർ എന്നുള്ള രീതിയിലുമൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ മനസ്സിൽ കൊണ്ടു നടന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കാണുവാൻ സാധിച്ചത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ ആ സമയത്ത് കരുതിയിരുന്നത്. പക്ഷേ ഉള്ളിൽ വലിയൊരു ഭയമാണ്. കാരണം പൊതുവേ ഞാൻ ആരോടും അധികം സംസാരിക്കുന്ന ഒരാളായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ എൻ്റെ നാട്ടുകാരൊക്കെ അവിടെ ഉണ്ടെങ്കിലും എനിക്ക് ആരെയും ഒന്ന് പരിചയം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഇറങ്ങി വന്നപ്പോൾ എൻ്റെ സീനിയറായിട്ടൊക്കെ ഉണ്ടായിരുന്ന രാജു മല്യത്താണ് അദ്ദേഹത്തിന് എന്നെ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ നാട്ടിലുള്ള കുട്ടിയാണ്, പിന്നെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻ്റർവ്യൂവിനായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം അവിടെ നിൽക്കുന്നില്ല. അദ്ദേഹം ലിഫ്റ്റിലോട്ട് കയറി, ഞാനും കൂടെ കയറി. അപ്പോൾ എൻ്റെ അടുത്ത് എന്നിട്ട് ആദ്യം വേറെ കൂടുതലായിട്ടൊന്നും ചോദിക്കില്ല. ആദ്യം എൻ്റെ അടുത്ത് ഒരു സ്ക്വയർ റൂട്ടാണ് ചോദിച്ചത്. അപ്പം തന്നെ എനിക്ക് തലയിൽ ഇടി വീണ പോലെ ആയിപ്പോയി. കാരണം ഞാൻ 10ാം ക്ലാസ്സിൽ ഈ കണക്കിൻ്റെ പരിപാടി നിർത്തിയിട്ടുള്ള ഒരാളാണ്. അപ്പം എനിക്ക് അതിനൊരു ആൻസർ ചെയ്യാൻ പറ്റിയില്ല. അടുത്ത ചോദ്യം വരുന്നത് സത്യജിത്രയെക്കുറിച്ചാണ് ചോദിച്ചത്. അപ്പം സത്യജിത്രയെക്കുറിച്ച് എനിക്കൊരു പുസ്തകം എഴുതാൻ അറിയുന്ന തരത്തിൽ എനിക്ക് പദർ പഞ്ചാലി, അബൂസൻ സാറ്, ചാരുദ, അങ്ങനെ എല്ലാ സിനിമകളെക്കുറിച്ചും വളരെ ഡീറ്റെയിലായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് തോട്ടൻ രാജശേഖരൻ്റെ സിനിമ സത്യയും മിഥ്യയും എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ടായിരുന്നു. അത് ഒരു ബൈബിളിനെക്കാട്ടൊക്കെ വലിയൊരു കനമുള്ളൊരു പുസ്തകമാണ്. അപ്പം ഞങ്ങളുടെ മുനിസിപ്പൽ ലൈബ്രറിയിൽ നിന്ന് ഇത് വീട്ടിൽ തന്നുവിടത്തില്ല. കാരണം ഒരു 10 രൂപ മെമ്പർഷിപ്പ് ഉള്ള ഒരാൾക്ക് അന്നത്തെ ഒരു 100-300 രൂപ വിലയുള്ളൊരു പുസ്തകം തന്നുവിടാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാ ദിവസവും സൈക്കിൾ ചവിട്ടി കോളേജ് കഴിഞ്ഞിട്ട് ലൈബ്രറിയിൽ പോയി ഇരുന്ന് വായിച്ച് തീർത്ത് അതാണ് ആ ഖനമുള്ള പുസ്തകവും നോട്ടുണ്ടാക്കിയിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ എൻ്റെ വാച്ച് ഊരി കൊടുത്ത് എനിക്ക് പുസ്തകം എന്താ വെച്ചാൽ എന്നും ഇങ്ങനെ സൈക്കിളിൽ അത്രയും ദൂരം ഒരു 3-4 കിലോമീറ്റർ ഒന്ന് പോകണം, ടൗണിൽ കൂടെ ഒക്കെ പോകണം. അപ്പോൾ അത് കൂടെയുള്ള ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ സത്യജിത്രയും മൃണാസനെയൊക്കെ ഇങ്ങനെ അരച്ച് കലക്കി കുടിച്ച എനിക്ക് സത്യജിത്രയെക്കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ല. കാരണം അപ്പോഴത്തേക്ക് ഈ 2nd ഫ്ലോറിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ലിഫ്റ്റ് വന്നു, നിൽക്കുന്ന അതേ ആ ലാൻഡിങ്ങിൽ തന്നെ ഞാൻ താഴേക്ക് ബോധം കെട്ട് വീണു. അപ്പോൾ പെട്ടെന്ന് സാറ് ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത്. പിന്നെ എനിക്ക് ഒന്നും അറിയുന്നില്ല. ഇങ്ങനെ ഒരു കുട്ടിയൊക്കെ എങ്ങനെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി സർവൈവ് ചെയ്യുന്നത്, അതുകൊണ്ട് നാട്ടിലേക്ക് പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞു. അപ്പം തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് സോഡയൊക്കെ വാങ്ങിച്ച് എൻ്റെ മുഖത്തൊക്കെ തളിച്ച് എന്നെ ഇവർ ആശ്വസിപ്പിച്ചു. ഭയങ്കര ജീവിതത്തിൻ്റെ ഒരു ഇനി മുന്നോട്ടില്ല എന്നുള്ളൊരു വലിയൊരു പ്രയാസത്തിലാണ് ഞാൻ അവിടുന്ന് മാറുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ടെസ്റ്റ് എഴുതി, ഇൻ്റർവ്യൂ അവർ ചെയ്തു. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ കാണുന്നത് ഈ ആക്ടിങ്ങിനുള്ള കുറേ സർട്ടിഫിക്കറ്റുകളുണ്ട്. ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് കൊമേഡിയൻ എന്നൊക്കെ പറഞ്ഞ നാടകത്തിന്. അപ്പം അവരെൻ്റെ അടുത്ത് ചോദിച്ചത്, ഞാൻ ഫിസിക്സ് അല്ല, ഞാൻ സുവോളജിയാണ് എടുത്തിരുന്നത്. അപ്പം സിനിമാറ്റോഗ്രാഫിയെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചൊരു ആക്ടിങ് കോഴ്സിന് അഡ്മിഷൻ തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു എന്നുള്ളൊരു വലിയൊരു ഓർമ്മയാണ്, എനിക്ക് ആക്ടിങ് പഠിക്കണ്ട എന്ന് പറഞ്ഞു.
ആ നിലപാട് തന്നെയാണ് എനിക്കിപ്പോഴും ഉള്ളത്. അഭിനയം പഠിക്കേണ്ട കാര്യമില്ല, അഭിനയത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു തീരുമാനം കൊണ്ടായിരിക്കാം. പക്ഷേ പിന്നീട് അതൊരു അബദ്ധമായി തോന്നി. കാരണം ഈ രജനീകാന്തും ശ്രീനിവാസനും ഒക്കെ അവിടെ ആക്ടിങ് കോഴ്സ് പഠിച്ച ആൾക്കാരാണ്. അങ്ങനെ പഠിച്ച് അവിടെ കൂടിയിരുന്നെങ്കിൽ മറ്റൊരു വിഭാഗത്തിലേക്ക് പിന്നീട് മാറാമായിരുന്നു എന്നൊക്കെയുള്ള ബുദ്ധി പറഞ്ഞു തരാനും അന്ന് എന്നോടൊപ്പം ആരും ഇല്ലാഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തിരുവല്ലയിലേക്ക് വണ്ടി കയറിയായിരുന്നു. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. 1983 തിരുവല്ല മർത്തോമ കോളേജിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞു. ഇനി എന്താണ് മുന്നോട്ടെന്നുള്ളത് സിനിമയല്ലാതെ മറ്റൊന്നും ചിന്തിക്കുന്നില്ല. അപ്പം പലരും പല വഴിക്ക് പിരിയുന്നു. ചിലർ MSc പോകുന്നു, മറ്റ് ജോലികൾ എൻ്റെ കൂടെ പഠിച്ച ആൾക്കാർക്ക് ചിലർക്ക് ജോലി കിട്ടുന്നു, P&Dയിലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലും ഒക്കെ ജോലി കിട്ടുന്നു. അപ്പം ഞാൻ മാത്രം സിനിമ എന്നുള്ളൊരു മരീചികയാണ്. കാരണം ഇത്ര ഒരു ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് എങ്ങനെയാണ് സിനിമയിലൊരു ഫിലിം ഡയറക്ടറിനെ കണ്ടെത്തണമെങ്കിൽ പോലും ചെന്നൈയിലേക്ക് എത്തണം, അതിൻ്റെ ഒരു പ്രയാസം. പിന്നീട് എന്താണ് സമയം കളയുക. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ അവിടെ പ്രവർത്തിച്ചിരുന്ന സുദൃശ എന്ന് പറയുന്ന ഒരു ഫിലിം സൊസൈറ്റി ഉണ്ടായിരുന്നു. ആ ഫിലിം സൊസൈറ്റിയുടെ ഒരു വലിയൊരു സജീവ പ്രവർത്തകനായി മാറുകയാണ്. അപ്പോൾ സജീവ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ അതിൻ്റെ ഒരു സെക്രട്ടറിയൊക്കെ ആയിരുന്നു. എന്നുവെച്ചാൽ വളരെ 6-7 പേരൊക്കെ ഉള്ള ഒരു സൊസൈറ്റിയാണ്. പക്ഷേ നമ്മൾ ഫിലിം ആർക്കൈവ്സിൽ നിന്നും മറ്റും സിനിമ, അന്ന് ഇന്നത്തെ കാലത്തെ പോലെ നമുക്ക് സിനിമ വേൾഡ് ക്ലാസിക്കുകൾ കാണുവാനായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ആകെയുള്ള ദൂരദർശനിൽ അവാർഡ് കിട്ടുന്ന സിനിമകൾ രാത്രികാലങ്ങളിൽ കാണിക്കുന്ന ഒരു ഏർപ്പാട് ആ സമയത്തുണ്ട്. പക്ഷേ അങ്ങനെ ഒരു TV അന്നേരം എല്ലായിടത്തും എനിക്ക് അങ്ങനെ ഒരു TV കാണാനായിട്ടുള്ള സൗകര്യങ്ങളൊന്നും അങ്ങനെ ആ കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ പറഞ്ഞ ആർക്കൈവ്സിൽ നിന്നും സിനിമ കാണുന്നതിന് വേണ്ടി ഫിലിം സൊസൈറ്റിയുടെ ഒരു പ്രവർത്തകനായി പിന്നീട് അതിൻ്റെ ഒരു 6-7 പേരൊക്കെ കാണത്തുള്ളൂ. അപ്പം ആൾക്കാരുടെ അടുത്ത് നിന്ന് പണം പിരിച്ചും ഒക്കെ എടുത്ത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. കൊല്ലത്ത് ജനറൽ പിക്ചേഴ്സിൻ്റെ ഓഫീസിൽ നിന്ന് അരവിന്ദൻ്റെ ഒരു ഫെസ്റ്റിവൽ നടത്താനായിട്ട് അവിടുന്ന് സിനിമകൾ എടുത്തുകൊണ്ട് തിരുവല്ലയിൽ വന്നിറങ്ങുന്നതും, ജോർജ് സാറിൻ്റെ കോലങ്ങൾ നടത്തുന്ന സിനിമ ഞാൻ എറണാകുളത്തു നിന്ന് ഈ പെട്ടിയിലെ ട്രാൻസ്പോർട്ട് ബസ്സിൽ വന്നിട്ട് തിരുവല്ല ബസ് സ്റ്റാൻഡിൽ നിന്ന് തലച്ചുമടായിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോയതൊക്കെ ഞാൻ ഇപ്പോഴും നല്ലതായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ എന്ന് പറയുന്നത് അല്ലാതെ മറ്റൊന്നുമില്ലാത്തൊരു ഘട്ടമുണ്ടായിരുന്നു. ആകെ എനിക്ക് തോന്നുന്നു സിനിമ അല്ലാതെ ഞാൻ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി എൻ്റെ അച്ഛൻ്റെ അനുജൻ, ഞാൻ നേരത്തെ അച്ഛൻ്റെ അനുജൻ്റെ പെന്നി മാത്യു എന്ന് പറഞ്ഞിട്ട് തിരുവല്ലയിൽ ഒരു മെഡിക്കൽ സ്റ്റോർ നടത്തുന്ന ആളാണ്. അദ്ദേഹമാണ് എന്നെ കൊണ്ട് ഏതെങ്കിലും തരത്തിൽ എൻ്റെ പപ്പ എനിക്ക് 3 വയസ്സുള്ളപ്പോൾ മരിച്ചതാണ്. 3 വയസ്സുള്ളപ്പോൾ പപ്പ എനിക്ക് ഓർക്കുന്നില്ല. ഞങ്ങളുടെ വീട്ടിലൊരു പെൻസിലും കൊണ്ട് പപ്പായുടെ ഒരു പടം വരച്ച് വെച്ചിട്ടുണ്ട്. പ്രഭാകരൻ എന്ന് പറഞ്ഞുകൊണ്ട് വീടിനടുത്തുള്ളൊരു ആളാണ് വരച്ചത്. ഇത് 1966 കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം ഓർമ്മയിൽ അച്ഛൻ്റെ മുഖം ഈ പെൻസിൽ കോറിയിട്ട ഒരു പടം മാത്രമേ ഉള്ളൂ. അമ്മ എനിക്ക് 16 വയസ്സുള്ളപ്പം മരിച്ചത്. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് മരിക്കുന്നത്. ഒരു 13 വർഷത്തിന് ശേഷം അമ്മയും മരിക്കുക. അപ്പോൾ ഓർമ്മയുടെ ഏറ്റവും അങ്ങേ അറ്റത്തുള്ളൊരു ദൃശ്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ 3 വയസ്സിലേ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു 4 വയസ്സിലൊക്കെ ഉള്ള കാര്യങ്ങൾ എൻ്റെ മനസ്സിലറിയാതെ 1-2 ഫ്രെയിമുകൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ട്. ഞാനിപ്പം ഫ്രെയിമെന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് ഫ്രെയിം അല്ലല്ലോ. ഞാൻ അതിൽ ഏറ്റവും നിറം പിടിച്ച് നിൽക്കുന്ന ഒരു സീൻ പോലെ, ചിലപ്പോൾ നാളെ ഞാനൊരു സിനിമ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സിനിമ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരു സീൻ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാവുന്ന പോലെയുള്ളതാണ്. സാധാരണ ആ സമയത്ത് 5 വയസ്സാകുമ്പോഴാണ് സ്കൂളിൽ കുട്ടികളെ ചേർക്കുക. തിരുവല്ലയിലെ തന്നെ SES ഹൈസ്കൂളിനോട് ചേർന്നിട്ടുള്ള SES ഉള്ള ഒരു LP സ്കൂളിൽ എൻ്റെ സഹോദരങ്ങളൊക്കെ അവിടെയാണ് പഠിച്ചത്. തിരുവല്ല ജംഗ്ഷനിലുള്ളൊരു സ്കൂളാണ്. അവിടെ എൻ്റെ അമ്മച്ചി എന്നെ കൊണ്ട്
സ്കൂളിൽ ചേർക്കാനായിട്ട് ചെന്നു. അപ്പം ഈ മെയ് ജൂൺ മാസങ്ങളിലായിരിക്കണം കുട്ടികളുടെ അതിനുള്ളിലായിരിക്കണം ബർത്ത്ഡേ, എങ്കിൽ മാത്രമേ 5 വയസ്സ് തികഞ്ഞ കുട്ടികളെ സ്കൂളിൽ ചേർത്തുള്ളൂ. പക്ഷേ എനിക്ക് എൻ്റെ സെപ്റ്റംബറിലായതുകൊണ്ട് ഒരു 4 മാസത്തിൻ്റെ വ്യത്യാസം എൻ്റെ ബർത്ത്ഡേയുമായിട്ടുള്ളായിരുന്നുകൊണ്ട് എനിക്കവിടെ ഒരു അഡ്മിഷൻ കിട്ടിയില്ല സ്കൂളിൽ. അപ്പം എനിക്ക് ഭയങ്കര പ്രതീക്ഷയാണല്ലോ നമുക്ക് പുതിയ ഒരു സ്കൂളിലോട്ട് ചെല്ലുക, അല്ലെങ്കിൽ ഒരു ആദ്യമായിട്ട് സ്കൂളിൽ പോവുക എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഞാൻ ഈ തിരുവല്ല ടൗണിൽ കൂടെ എൻ്റെ അമ്മയുടെ ഞൊറിത്തുമ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയുമെന്ന് അറിയത്തില്ല, ഈ ചട്ടയും മുണ്ടും എടുക്കുമ്പം പുറകിലൊരു വാല് പോലൊരു സാധനം കിടപ്പുണ്ട്. അപ്പോൾ അതിലും ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് ഈ കൊച്ചുകുട്ടി ഇങ്ങനെ തിരുവല്ല ടൗണിൽ കൂടി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരിക. അപ്പോൾ എൻ്റെ ഞാൻ താമസിക്കുന്ന വീടും തിരുവല്ല ടൗണും തമ്മിൽ വളരെ ചെറിയ ദൂരമുള്ളൂ. അപ്പം എൻ്റെ വീടിന് തൊട്ടടുത്ത് ഒരു നിരപ്പലകയുള്ള ഒരു കെട്ടിടമാണ്. അവിടെ ഒരു റൈസ് മില്ല് ആണ് ഉള്ളത്. ഇപ്പോൾ ഈ ഗോതമ്പും മുളകും ഒക്കെ പൊടിപ്പിച്ച് കൊടുക്കുന്ന അവിടെ മാമച്ചായ എന്ന് പറഞ്ഞുകൊണ്ടൊരു അച്ചായനുണ്ട്. അപ്പം ഞാൻ ഈ മാമച്ചായനെ ഓർക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കള്ളംപൗത്രത്തിൽ ഇതുപോലെ മാമച്ചൻ എന്ന് പറഞ്ഞ ഒരാൾ തന്നെയാണ് ഇങ്ങനെ ഈ മില്ല് നടത്തുന്ന ഒരാൾ. പക്ഷേ ഞങ്ങളുടെ നാട്ടിലും അങ്ങനെ ഒരു മാമച്ചായനുണ്ടായിരുന്നു. മാമച്ചായൻ ഇങ്ങനെ ചാരുകസയിൽ ഇങ്ങനെ കിടക്കുകയാണ് ഉള്ളത്. വഴി കൂടെ പോകുന്നവരായിട്ടൊക്കെ ഇങ്ങനെ ഡയലോഗൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നൊരു ക്യാരക്ടറാണ് അദ്ദേഹം. താഴെ കൂടെ കരഞ്ഞു കൊണ്ട് പോകുന്ന ഈ കൊച്ചനെ എൻ്റെ അമ്മയും കൂടെ കണ്ടു. എന്താടി അമ്മണി ഈ കൊച്ചൻ കരയുന്നേ എന്ന് വിളിച്ചു ചോദിച്ചു. മേലെ നിന്ന് വിളിച്ചു ചോദിക്കുക. അപ്പോൾ അമ്മ ഇത് എനിക്ക് നല്ല ഓർമ്മയാണ്, എനിക്കറിയുന്നത് അത്രയൊക്കെ ഓർക്കുന്നുണ്ടോ അതോ എൻ്റെ ഒരു ഭാവനയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അമ്മ പറയുന്നു, അവനെ സ്കൂളിൽ ചേർത്തില്ല, അതിൻ്റെ പ്രയാസത്തിൽ കരയുന്നതെന്ന് പറഞ്ഞു. അതിന് നീ തന്നെ അവിടെ രക്ഷാസൈന സ്കൂൾ അതിൻ്റെ മുന്നിൽ കിടക്കുമല്ലോ, അവിടെ കൊണ്ട് ചേർക്കണം. അപ്പോൾ ഈ രക്ഷാസൈന സ്കൂൾ അന്നുമുണ്ട് ഇന്നുമുണ്ട്. അപ്പോൾ അവിടെ ഒരു കോളനിയിൽ ഉള്ള വളരെ താഴെ ഉള്ള സ്കൂളിൽ ഉപ്പുമാവ് കഴിക്കാനായിട്ട് മാത്രം പോകുന്ന കുറച്ച് കുട്ടികളുള്ളൊരു ചെറിയൊരു സ്കൂളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്കൂളിനൊരു ഹോളുള്ള ഇടയ്ക്കുള്ളൊരു മറവ് പോലും ഇല്ലാതെ ക്ലാസ്സുകളൊക്കെ നടത്തുന്ന ഒരു 3-4 ടീച്ചേഴ്സിനെയൊക്കെ മാത്രം വെച്ച് നടത്തുന്ന ഒരു സ്കൂളാണ്. അന്നും ഇന്നും ഏകദേശമൊക്കെ അതിൻ്റെ അവസ്ഥകൾ ഒരേപോലെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ആ സ്കൂളിൽ ചേർക്കുക എന്ന് പറയുന്നത് സാധാരണ ഒരു മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ആൾക്കാർക്ക് അതൊരു വലിയ ഒരു താല്പര്യമുള്ള കാര്യമല്ല. പക്ഷേ എൻ്റെ കരച്ചിൽ കണ്ടിട്ടായിരിക്കും എൻ്റെ അമ്മ എന്നെ അവിടുന്ന് തന്നെ റിവേഴ്സ് എടുത്ത് അല്ലെങ്കിൽ തിരിഞ്ഞ് അങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്താൽ മതി. എനിക്ക് എൻ്റെ വീടും ശരിക്കും ഈ സ്കൂളും തമ്മിലൊരു 100 മീറ്റർ പോലും ദൂരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നല്ലോ. അത്രയ്ക്ക് അടുത്താണ്, റോഡ് ക്രോസ് ചെയ്തിട്ട് പോകാവുന്നൊരു സ്ഥലമാണ്. അവിടെ കൊണ്ട് എന്നെ സ്കൂളിൽ ചേർക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ മനസ്സിലാദ്യം എനിക്കിപ്പോഴും എൻ്റെ ഒരു വിഷ്വലി പിന്നീട് ഞാനായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്തതാണോ എൻ്റെ ഓർമ്മയുടെ അങ്ങേ അറ്റത്തുള്ള ചില ദൃശ്യങ്ങളാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു മെഡിക്കൽ റെപ്പാകാനായിട്ട് എന്നെ ഇൻ്റർവ്യൂവിന് അയച്ചു. കാഡിലയുടെ സൂപ്പർവൈസറിൻ്റെ താമസിക്കുന്ന റൂമിൽ പോയി അദ്ദേഹം എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞു, ഇംഗ്ലീഷിൽ ഒരു പേജിൽ എന്തിനെക്കുറിച്ചെങ്കിലും ഒന്ന് എഴുതാൻ പറഞ്ഞു. ഞാൻ എഴുതിയത് ബാറ്റിൽ ഷിപ്പ് പോട്ടങ്കിനെക്കുറിച്ചും ബെർഗ്മാനെക്കുറിച്ചും ഖുറാസോയെക്കുറിച്ചും ഒക്കെയാണ്.